ഈ പറമ്പിലെ കാട് കണ്ടോ? ഭയങ്കര കാടാണ് ഇത്. പത്തനംതിട്ട ഉള്ള ഒരാടെ പറമ്പാണ്. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല. അയാളിങ്ങനെ റബ്ബർ വെച്ചിട്ട് പോയതാണ്. ഇതിൻ്റെ അകത്ത് വലിയ കരിമ്പനകളൊക്കെയാണ് വളർന്നു നിൽക്കുന്നത്. ഭയങ്കര ഒരു പാല, ഏഴിലം പാൽ ഉണ്ട്, അങ്ങേ സൈഡിലുണ്ട്. ഇതൊന്നും നമ്മുടെ ഫോണിൽ എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് അകലെയായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ കാട്ടിൻ്റെ ഉള്ളിലാണ് വന്നത്. നമ്മുടെ അതിരെ നിൽക്കുന്ന നമ്മുടെ പറമ്പിലെ പ്ലാവ്, നമ്മുടെ പ്ലാവ് തന്നെയാണ്. അപ്പോൾ ഇവിടുന്ന് വന്ന് ഞാൻ ചക്ക പറിക്കാൻ വന്നത്. വിറകെടുക്കാൻ ഷെഡിൽ വന്നതാണ്. പക്ഷേ വന്നെത്തിയത് പ്ലാവിൻ്റെ ചുവട്ടിൽ. ഇപ്പോഴേ ഈ പ്ലാവിൻ്റെ ചുവട്ടിലെല്ലാം ചക്ക അളിഞ്ഞ് കിടക്കുകയാണ്. ഒരു വിധത്തിൽ നമുക്ക് പ്ലാവിൻ്റെ ചുവട്ടിലെങ്ങും നിൽക്കാൻ പറ്റത്തില്ല, അതുപോലെ ചക്ക അളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുകയാണ്. ഉള്ള ഉയരത്തിലൊക്കെയാണ് ചക്ക കിടക്കുന്നത്. ഒരു സൈഡിൽ തന്നെ അങ്ങ് പ്ലാവ് നെരിക്കങ്ങ് വെച്ച് പോയേക്കുവാണ്. എല്ലായിടവും പ്ലാവും കാര്യവുമായിട്ടിരിക്കുകയാണ്. നമ്മുടെ പറമ്പ് മുഴുവനും പ്ലാവാണ്. നമ്മുടെ പറമ്പാണ് ഈ കാണുന്നതൊക്കെ. പക്ഷേ ഭയങ്കര കാടും മേടുമായിട്ടൊക്കെ കിടക്കുകയാണ്. 1000 രൂപ കൊടുത്തൊക്കെ എങ്ങനെയാണ് 1000-1200 രൂപയൊക്കെയാണ് ഒരു പണി ചെയ്യുന്നതിന്. അതും നമ്മളെങ്ങനെയും കൊടുക്കാം. പക്ഷേ അതിന് പണിക്കാരെ കിട്ടണ്ടേ? പണിക്കാരും ഇല്ല ഈ ദേശത്തൊന്നും. എല്ലാവരും വലിയ പിള്ളേരൊന്നും ഇല്ലല്ലോ. പിള്ളേരെല്ലാം ഉള്ളത് വിദേശങ്ങളിലൊക്കെയാണ്. അപ്പം നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ മാത്രമേ ഇവിടെയൊക്കെ താമസമുള്ളൂ. താമസമല്ല, ഓരോ വീടുകളിലും ഉള്ളൂ. പെണ്ണുങ്ങളെത്ര പണി ചെയ്യാനാണ്. അപ്പം പിന്നെ അങ്ങനെ കിടക്കട്ടെ. ഇതിനിപ്പോൾ കോലിഞ്ചിയാണ് മുഴുവനും. റബ്ബറും കോലിഞ്ചിയും തെങ്ങ്, പ്ലാവ് അങ്ങനെയുള്ള വൃക്ഷങ്ങളോട് നിറയെ ആയിട്ട് നിൽക്കുന്ന പറമ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തോടുകൂടി ഈ കോലിഞ്ചി എല്ലാം കിളച്ച് മാറ്റണം. ഇപ്പോൾ ഒത്തിരി കാടെല്ലാം ഒതുങ്ങും. ഇതിവിടെ നമുക്കൊരു ജാതി നിൽപ്പുണ്ട്. ഇപ്പം ഈ ചൂടിൽ കാരണം ജാതിയിൽ പൂത്തിട്ടുണ്ട്, പൂവായിട്ടുമുണ്ട്, കായ്ച്ച് വരുന്നുണ്ട്. പക്ഷേ അങ്ങോട്ട് നിറയെ പിടിക്കുന്നില്ല, എല്ലാം ചൂടലല്ലേ, അതുകൊണ്ട് ഉണ്ടാകുന്നില്ല അങ്ങോട്ട്. ഈ ജാതിയെ നല്ലൊരു കൊച്ചൊരു കൊടി പിടിച്ചു വന്നിട്ടുണ്ട്. അപ്പം ജാതിയുടെ കമ്പ് കുറച്ചുകൂടെ ഒന്ന് വെട്ടിക്കൊടുത്താൽ കൊടി അങ്ങ് കയറി പോകും. ഇപ്പോഴേ ജാതിയിലൊക്കെ കൊടി പിടിക്കുമല്ലോ. പിന്നെ നമ്മുടെ ഒരു മാവാണ്, മാവേലും ആ കൊടി പിടിച്ചിട്ടുണ്ട്. അതിട്ട കൊടിയൊന്നുമല്ല, വള്ളി കയറി പോകുന്ന കൊടിയാണ്. അപ്പോഴേ ഇതൊക്കെയാണ്. ഈ മഴ സമയത്ത് നമ്മുടെ പറമ്പിലൊന്നും കയറാൻ പറ്റില്ല, ആകപ്പാടെ തെറ്റിക്കിടക്കുകയാണ്. കാടാണ് ആകപ്പാടെ. അപ്പോഴേ ഞാൻ വിറകെടുക്കാൻ ഷെഡിൽ വന്നതാണ്. വന്നെത്തിയതോ പ്ലാവിൻ്റെ ചുവട്ടിൽ. അതുകൊണ്ട് ഒരു ചക്ക പറിക്കാൻ തുടങ്ങിയിടത്ത് 3 ചക്ക വീണു. എല്ലാം വിളഞ്ഞ് പഴുത്തതാണ്. ഇപ്പോഴേ നമുക്ക് തുടർന്ന വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും വീഡിയോയിലേക്ക് വായോ. ഇന്നും ചക്കപ്പണിയായിരുന്നു. ഭയങ്കര മഴ സമയത്ത് കാട്ടിപ്പോയി ചക്ക പറിച്ചു. ആ കൊടും വനമാണ്. പ്ലാവായ ആ പറമ്പ് മുഴുവനും അങ്ങ് പ്ലാവും ചക്കയും കൂഴപ്പഴവും, കൂഴെന്ന് പറയുന്നത് അളിഞ്ഞ് വീഴുന്ന പഴം, വരിക്കയും എല്ലാം ഇഷ്ടം പോലെ അങ്ങ് നിൽക്കുക. ഇപ്രാവശ്യം ചക്കയെടുക്കക്കാർ വന്നില്ലെന്നാ തോന്നുന്നു. വന്നായിരുന്നെങ്കിൽ കുറേ കൊടുക്കുകയായിരുന്നു. എല്ലാം വിളഞ്ഞു പോയി, എല്ലാം വിളഞ്ഞ് കിടക്കുകയാണ്. അപ്പോഴേ ഇവിടെ നമുക്ക് വഡ്ഡുപ്ലാവുണ്ട്. വഡ്ഡുപ്ലാവ് എന്ന് പറഞ്ഞാൽ ഒരു 5-6 മൂടുണ്ട്. അപ്പോൾ അതേലെ ചക്ക ആദ്യം പറിച്ചെടുക്കും. അപ്പോൾ ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് വലിയ പ്ലാവേലെ ചക്ക ഗവനിക്കുക പോലുമില്ല. അപ്പോഴേ ഞാൻ നമ്മുടെ മുറ്റത്ത് മോളത്തെ ഷെഡിൻ്റെ അവിടുത്തെ മുറ്റത്ത് വെച്ച് ഒരു തൊട്ടി ചക്ക പറക്കിക്കോട്ട് വന്നു. ഒറ്റ തൊട്ടി ചക്ക കണ്ടോ. അപ്പോഴേ ഇനിയും എൻ്റെ കൈ മുഴുവനും അഴുക്കാണ്. ഈ ചക്ക ആദ്യമായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുകയാണ്.
ഇപ്പം മണ്ണിൻ്റെ അകത്ത് വെച്ച് വെട്ടിയതല്ലേ, വല്ല മണ്ണോ വല്ല പൊടിയോ ഉണ്ടെങ്കിൽ എന്താ ചെയ്യും, വെള്ളത്തിലോട്ട് ചക്കയിട്ട് മുഴുവനെ ഒന്ന് കഴുകിയിട്ട് പിന്നെ ചകിണി കളഞ്ഞ് എടുക്കാം. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ കൈ ഒന്ന് മണ്ണെണ്ണ ഉപയോഗിച്ച് ഞാനൊന്ന് കൈ ഒന്ന് ശരിയാക്കട്ടെ. ചൂടാണോ, ഭയങ്കര ചൂടാവുമോ കൂട്ടുകാരെ. മഴ നല്ലപോലെ പെയ്യുന്നുമുണ്ട്, പക്ഷെ എനിക്ക് ചൂടെടുക്കുന്നു. ആദ്യം പാലിട്ടിട്ടുണ്ട്. ഇനി പിച്ചാത്തിയില എങ്ങനെ കളയും? ഈ കത്തി ഉണ്ടല്ലോ, എൻ്റെ അപ്പനപ്പൻ്റെ കാലത്തുള്ള കത്തിയാണ്, തലമുറകളായിട്ട് കൈമാറുന്ന കത്തിയാണിത്. വലിയ കത്തിയായിരുന്നു, ഇത്രയും വീതിയുള്ളതായിരുന്നു. വീതി കുറഞ്ഞ് 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 കുഞ്ഞായിക്കുക. ഉണ്ടല്ലോ പ്രായമാകുമ്പോൾ ഓരോരുത്തർ കുഞ്ഞുങ്ങളുടെ സ്വഭാവം കാണിക്കുമെന്ന്, കുഞ്ഞാകുമെന്ന്. അപ്പം അതുപോലാണ് എൻ്റെ വാക്കത്തി, കണ്ടോ. എന്നാലും കളയൂല. ഇപ്പോഴേ അടുത്ത കത്തിയേലുമായി. ഇപ്പോഴേ അരപ്പൊക്കെ കഴിഞ്ഞു. ഇനി കൈയൊക്കെ തുണിയെടുത്ത് തൂത്തിട്ട് സോപ്പിട്ട് കഴുകാം. അതിനുശേഷം ചക്ക കഴുകിയെടുക്കാം. ഇപ്പോഴേ വെള്ളത്തിലോട്ട് അത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വാരണം, അല്ലെങ്കിൽ വെള്ളം പിടിച്ച് പോയെങ്കിൽ എന്താ ചെയ്യും. ഇപ്പോഴേ നല്ല മുഴുത്ത ചുളയാണ്, പറക്കാനെ കൊണ്ട് നല്ല മുഴുത്ത ചുളയാണ്. അപ്പം ഇതിൻ്റെ പകുതി ഇനി ഇരിക്കുന്നതേ ഉള്ളൂ. അതിനെയും നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ട്, അവർ പച്ചച്ചുള തിന്നുവോ പഴുത്തത് തിന്നുവോ ഒക്കെ ചെയ്തോളും. അപ്പം അതാ അവരോട് പറയണം വന്നെടുത്തോണ്ട് പോകാൻ. അപ്പം ഇതങ്ങ് കൈ വാരിയെടുക്കാം. ഇത്രയും ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ ഇതൊന്ന് കഴുകി വാരി അങ്ങ് എടുക്കാം. ഒന്നാമതായി വെള്ളം പിടിച്ച ചക്കയാണ്, അതിൻ്റെ കൂടെ ഈ വെള്ളം കൂടെ ഒഴിച്ച് ഞാൻ വെള്ളം പിടിപ്പിക്കും കൂടുതൽ. ചെറിയൊരു പുളിരസമുണ്ട്, എന്നാലും അമ്മയ്ക്ക് ഇഷ്ടമാണ് ചക്ക വേവിക്കുന്നത്. അപ്പോൾ അമ്മയെ പ്രതിയാണ്, അല്ല ഞാൻ ചക്കയൊന്നും എടുക്കുകയില്ല. ചക്ക വറക്കി തീർന്നില്ല. ഭയങ്കര മടലുകട്ടിയൊക്കെയുള്ള ചക്കയാണ്. മണ്ടഭാഗം കുറേ അങ്ങ് കട്ട് ചെയ്ത് കളയുവാണ്. കാരണം വെള്ളം പിടിച്ചു തുടങ്ങി, മഴ പെയ്തില്ലേ, വെള്ളം പിടിച്ചു. കുറച്ച് മതിയാകും ഇവിടെ, അതിനെ കുറച്ച് എടുത്തോണ്ട് വന്നുള്ളൂ. ഇത് കുക്കറിലാണ് ഞാൻ വേവിക്കുന്നത്. കുക്കറിൽ ഒരു വിസിലടിക്കുമ്പോഴത്തേന് വേവും. അധികം വെള്ളമയം ഒന്നും ചേർക്കേണ്ടതില്ല, വെള്ളമയമുള്ള ചക്കയാണ്. ഇപ്പോഴേ ഞാനിവിടെ ചക്ക പറക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ചുമപ്പ് കളറായി ചക്കയ്ക്ക്. വായിലെല്ലാം അരക്കൊട്ടിപ്പിടിച്ചിരിക്കുന്നു. ചക്ക വറക്കുകയും തിന്നുകയും കൂടാണ്. അപ്പം എനിക്ക് ചക്ക വേവിക്കുന്നേ വേണ്ട, വേവിക്കുന്ന അമ്മയ്ക്ക്. നല്ല ടേസ്റ്റാണ് പച്ചച്ചുള തിന്നാൻ. ഞാൻ പച്ചച്ചുളയാണ് തിന്നുന്നത്. പക്ഷെ ചക്കച്ചുള നല്ല മുഴുത്തതാണ്. കുരു കണ്ടോ,
കുറച്ച് കുരു എടുത്ത് വയ്ക്കാം, നമുക്ക് കറികളൊക്കെ വയ്ക്കാം. പക്ഷെ പറക്കാൻ എളുപ്പമുണ്ട് കേട്ടോ, മുഴുത്ത ഇളയായുണ്ട്. വേറെ ഒരു ചക്ക പറിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിറക് വെട്ടിയെടുക്കാനായിട്ടാണ് ചെന്നത്. മേലിൽ ഷെഡിൻ്റെ അകത്ത് വിറക് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അവിടുന്ന് കുറച്ച് വിറക് കൂടെ എടുക്കാനായിട്ടാണ് ഞാൻ പോയത്. പോയപ്പോൾ ഇവിടുത്തെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ചക്കയുണ്ടോ നോക്കാം. ചെന്നപ്പം ഒരു ചക്ക പറിച്ചതാണ്, 3 കൂടെ താഴെ വീണു. ഒരെണ്ണം വേവിക്കാൻ പറ്റുമോ, അത് നാളത്തേക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഷെഡിൽ പെരയ്ക്കകത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി ഒരു ചക്ക പഴുത്തത് അത് മുറ്റത്ത് കിടപ്പുണ്ട്. ഇത് വേവിക്കാൻ കൊള്ളാമെന്ന് വെച്ച് കുറച്ചെടുക്കാമെന്ന്, കുറച്ചടുത്ത വീട്ടിലും കൊടുക്കാമെന്ന് വെച്ച് എടുത്തത്. അപ്പം അത് എൻ്റെ അമ്മയുടെയിലാണ് കൊടുത്തത്. അമ്മ നോക്ക്, പല്ലില്ല തിന്നാൻ, എന്നാലും കുറച്ചായിട്ട് ഞുള്ളി നോക്കി ഇങ്ങനെ തിന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ സൂപ്പറാണ്, എടുത്തോളാം പറഞ്ഞ് വേവിക്കാൻ. ഞാൻ നോക്കിയില്ല, തിന്ന് നോക്കാതെ ഞാൻ വെട്ടിയിട്ടു, കുറച്ചെടുത്ത് പകുതി അവർക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. വലിയൊരു ചക്കയാണ് കേട്ടോ, പകുതിയില്ല, 1/4 ഭാഗമേ ഞാൻ എടുത്തുള്ളൂ, 3/4 ഭാഗം ഇനി ഇരിപ്പുണ്ട്. എന്നാലും ഞാൻ നോക്കാതെ വെട്ടിയിട്ടപ്പോൾ വേണ്ട ചെറിയൊരു പുളിരസമുണ്ട്. ചെറിയ പുളി ഉണ്ടെങ്കിലും ചക്കപ്പഴം വേവിക്കാം അല്ലേ, ചക്കപ്പഴം വേവിക്കാം. നിങ്ങൾക്ക് എൻ്റെ സംസാരം കേട്ട് ബോറടിക്കുന്നുണ്ടോ എങ്കിലേ ഞാനിപ്പോൾ സംസാരം നിർത്തുക. ഞാൻ ചക്ക ഒന്ന് പറക്കി കഴിഞ്ഞിട്ട് ബാക്കി സംസാരിക്കാം. ഇപ്പോഴേ ചക്കയൊക്കെ അരിഞ്ഞെടുക്കാൻ പോവുകയാണ്. എല്ലാം പറക്കി കഴിഞ്ഞു, അതിൻ്റെ ഇടയ്ക്ക് ഒരു കുളിയും കഴിഞ്ഞു. എനിക്ക് അമ്മയ്ക്ക് കുളിയേക്ക് ജംഗ്ഷനിൽ വരെ പോകണം. അപ്പോൾ അങ്ങ് പിന്നെ കുളിക്കുമെന്ന് ഞാൻ വേണ്ടല്ല, അങ്ങ് കുളിച്ചതൊക്കെയാണ്. ചക്ക അരിഞ്ഞെടുക്കുകയാണ്. അപ്പം ചക്ക അരിഞ്ഞെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് കാണാം. അമ്മ കഴിക്കുന്ന ഗുളിയൊന്നും തൊട്ടടുത്ത ജംഗ്ഷനിൽ കിട്ടത്തില്ല. തൊട്ടടുത്ത ജംഗ്ഷനിൽ ഒരു മെഡിക്കൽ സ്റ്റോറുണ്ട്. പിന്നെ നമ്മൾ അതിൻ്റെ അടുത്ത ജംഗ്ഷൻ, അത് ജംഗ്ഷൻ എന്ന് പറയാനൊന്നുമില്ല, ജംഗ്ഷനല്ല, ഒരു ചെറിയ പട്ടണം തന്നെയാണ്. അവിടെ എത്ര മെഡിക്കൽ സ്റ്റോർ ഉണ്ടെന്ന് എണ്ണി നോക്കിയാൽ 10 കൂടുതൽ മെഡിക്കൽ സ്റ്റോറുണ്ട്. അതുപോലെ ഒരുപാട് മെഡിക്കൽ സ്റ്റോറുണ്ട്. അതിൽ നമുക്ക് ഇവിടെ കിട്ടത്തില്ല ഗുളിക, അമ്മ കഴിക്കുന്ന ഗുളികയൊന്നും. അപ്പോൾ എല്ലാം കൂടെ വാങ്ങിക്കാൻ അവിടെയാണ് പോകുന്നതും. അതുമല്ല, സ്ഥിരമായിട്ട് മേടിക്കുമ്പം ഒരു ഡിസ്കൗണ്ടൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഇവിടെ ഞാനെന്നും അവിടെ നിന്നാണ് വാങ്ങിക്കുന്നത്. ഇപ്പം കയ്യിൽ പൈസ ഇല്ലെങ്കിലും അവരോട് അവയിൽ നിന്ന് മേടിക്കുന്നതായ നമ്മൾ അത്യാവശ്യത്തിന് ചെന്ന് കടം ചോദിച്ചാൽ പോലും തരാൻ ചാൻസ് ഉണ്ട്. ചാൻസ് അല്ല, തരും. അപ്പോൾ അതിന് പോവുകയാണ്. നമ്മൾ ഇതുവരെയും കടം വാങ്ങിച്ചിട്ടില്ല. അതിന് എങ്ങനെയെങ്കിലും നമ്മൾ പൈസ ഉണ്ടാക്കി വാങ്ങിക്കുകയുള്ളൂ. അത് വേറെ കാര്യം അല്ല. ഞാൻ പറഞ്ഞത് അന്ന് ഒരു പ്രാവശ്യം കടം ആണെങ്കിലും കിട്ടുന്ന അതുപോലെ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന കടയാണെന്ന് പറഞ്ഞത്. അപ്പം മെഡിക്കൽ സ്റ്റോറിൽ പോകണം. മഴയായതുകൊണ്ട് മടിയാണ്. അമ്മയ്ക്ക് ഓരോ ദിവസം എണ്ണി വെച്ചേക്ക് ഗുളിക ഇന്ന ദിവസം പോയാൽ മതി.
അപ്പം ഇനിയും പോയിട്ട് ഇന്ന് പോയില്ലേലും സാരമില്ല, നാളെ ആയാലും തീർച്ചയായിട്ടും പോകണം. ആ നിലയിലായി ഗുളിക. എന്ന് കഴിക്കേണ്ട, ഹാർട്ടിൻ്റെ പ്രോബ്ലം ഒക്കെ ഉള്ളതുകൊണ്ട് എന്ന് കഴിക്കേണ്ട ഗുളികയുണ്ട്. അപ്പോൾ അതുപോലെ പ്രഷറും ഒക്കെ ഉണ്ട്, പ്രഷറുണ്ട്, തൈറോയിഡുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഗുളിക വേണ്ടേ? തൈറോയിഡിൻ്റെ ഗുളിക ഉണ്ട്. ഒരു ബോട്ടിൽ മേടിച്ചാൽ ഒരു 10-100 ഗുളിക കൂടുതൽ കാണുമല്ലോ. എത്ര ഗുളികയെന്ന് അതിന് അറിയത്തില്ല. ഒരു ബോട്ടിൽ മേടിച്ച് വയ്ക്കും, അത് തീരുമ്പോൾ പിന്നെ വാങ്ങിക്കും. മറ്റേ 1 മാസത്തെ ഗുളിക വാങ്ങിക്കുന്നത്. അപ്പം 1 മാസം കഴിയുന്നുണ്ട് വീണ്ടും പോകും. അപ്പോൾ 1 മാസത്തെ ഗുളിക വാങ്ങിക്കുന്നതിൻ്റെ കാര്യം തന്നെയാണ്. നമുക്ക് അത്രയ്ക്ക് പൈസ കുറച്ച് കിട്ടും, കുറവായി കാണത്തുള്ളല്ലോ കയ്യിൽ. അങ്ങനെ പോയി മേടിക്കും. അല്ലെങ്കിൽ തന്നെ ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പം ഈ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുന്ന ഗുളികകളിൽ തന്നെ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം പോയി ചെക്കപ്പ് ചെയ്തതാണ്. കാരണം ഒരു 3-4 മാസത്തിന് മുമ്പേ ചെക്കപ്പ് ചെയ്തു. ഇന്ന് കുഴപ്പമില്ലായിരുന്നു. ആ കണ്ടിന്യൂസ് തന്നെ ഗുളിക ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷേ പേസ് മേക്കറിൻ്റെ ചെക്കപ്പ് ഉണ്ട്, അത് ഇതുവരെയും പോയില്ല, പോകത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവിടെ തിരുവല്ല വരെ പോണേ. ഇവിടുന്ന് ഒരുപാട് അകലെയാണ് തിരുവല്ല പോകുന്നത്. അപ്പം അതിൻ്റെ ചെക്കപ്പിന് പോകുന്നില്ലെന്നും പറഞ്ഞ് അവ ഇരിക്കുകയാണ്. പക്ഷേ പോകാതിരുന്നാൽ എങ്ങനെ? അതിൻ്റെ പവർ നോക്കണ്ടേ? പേസ് മേക്കറിൻ്റെ പവർ നമ്മൾ 6 മാസം 1 വർഷം കൂടുമ്പോൾ നോക്കണം. അപ്പം നോക്കിയിട്ട് ഏകദേശം 1 വർഷമാകുന്നു. നാളെ ഡോക്ടറിനെ കണ്ട് ചെക്കപ്പ് മാത്രമേ ചെയ്തുള്ളായിരുന്നു. അപ്പോഴേ ഞാനിതൊന്ന് അരിഞ്ഞെടുക്കട്ടെ. കഥ വേറെ വിഷയത്തിലോട്ട് പോയാലും കൊള്ളത്തില്ലല്ലോ. അപ്പം നമ്മുടെ ചക്ക വിഷയത്തിലോട്ട് തന്നെ വരാം. അപ്പോഴേ അരിഞ്ഞെടുക്കട്ടെ, അതിനുശേഷം വീണ്ടും കാണാം. അപ്പോഴേ ഇത് ഞാനതേണ്ട ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. അപ്പോഴേ ഇതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പിന്നെ ഇതിനെ ഒരു അരപ്പ് തയ്യാറാക്കണം. അത് ഞാൻ എടുക്കുമ്പോൾ കാണിക്കാം. ഞാൻ അരപ്പ് തയ്യാറാക്കുന്നത് തേങ്ങ, പച്ചമുളക്, ചെറിയ ജീരകം, വെളുത്തുള്ളി, സ്വല്പം ചുമന്നുള്ളി, കറിവേപ്പില, പച്ചമുളക്, ഇത്രയും ചേർത്താണ് അരയ്ക്കുന്നത്. കാന്താരി ഇല്ല, കാന്താരി കൊല്ലയിലയൊക്കെ തീർന്നു. ഇപ്പോഴേ നമുക്ക് പച്ചമുളക് അതിന് പകരമായിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ചേർത്ത് ഈ അരപ്പും കൂടെ ചേർത്താണ് ഞാൻ ചക്ക വേവിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴേ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോഴേ നമ്മുടെ ചക്കയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചക്കയ്ക്ക് ഒരു അരപ്പ് തയ്യാറാക്കുകയാണ് ഞാൻ. അതിനായിട്ട് കുറച്ച് തേങ്ങ, പച്ചമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മഞ്ഞൾ, ജീരകം. അപ്പോഴേ ഇത്രയും ആണ് ഞാൻ അരയ്ക്കാൻ എടുത്തിട്ടുള്ളത്. ഇത് ഒന്ന് ചതയ്ക്കുന്നതിലും കൂടുതൽ ഒന്ന് അരഞ്ഞു കിട്ടണം. ഇതോടൊപ്പം ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ അരച്ചെടുക്കുന്നത്. ഇവിടെ ചക്കയുടെ അരപ്പൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് ചക്ക വാരി വെച്ചേക്കുന്നത്, അരിഞ്ഞ് വാരി വെച്ചേക്കുന്നത് ഒരു കുക്കറിലാണ്. ഇപ്പോൾ ഈ അരപ്പൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമയം ഉള്ള ചക്കയാണ്, അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒന്നും ഞാൻ ചേർക്കുന്നില്ല. എങ്കിലും ഒരു 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കും. കുക്കറിലായതുകൊണ്ട് അധികം വെള്ളം വേണ്ട. അതുമല്ല, വെള്ളമയമുള്ള ചക്കയാണ്. അപ്പോൾ ഇതിന് വേകാനും വേണ്ടി മാത്രമുള്ള വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഗ്യാസ് കത്തിച്ച്, ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ചക്ക അടുപ്പേ വയ്ക്കാം. അപ്പം അങ്ങ് അടച്ചുകൂടെ കൊടുക്കാം. അപ്പോഴേ അടുപ്പേ വയ്ക്കാൻ പോവുകയാണ്. ഒരു തീ, എന്താ പറയണ്ടേ,
സോറി കേട്ടോ. അപ്പോഴേ ഒരു വിസിലടിക്കട്ടെ. അപ്പോൾ ഒരു വിസിലടിച്ചതിന് ശേഷം ഓഫാക്കി വെക്കുകയാണ്. തീ ഓഫാക്കി. എന്തൊക്കെയാണോ ഞാൻ പറയുന്നത് എനിക്കറിയാം, എനിക്ക് തന്നെ വെളിവില്ല. മഴ പെയ്ത വെളിവും ഇല്ലാതായി പോയത് എൻ്റെ കൂട്ടുകാർ. എനിക്ക് വയ്യ. അപ്പോഴേ ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് കാത്തിരിക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം നമ്മൾ തീ ഓഫാക്കിയിടാം, ഫ്ലെയിം ഓഫാക്കിയിടാം. അത് കഴിഞ്ഞിട്ട് ആവി പോയി കഴിയുമ്പോൾ കുക്കറൊന്ന് അടപ്പ് മാറ്റി നോക്കാം, വെന്തോ ഇല്ലയോ. വെന്ത് കാണാൻ സാധ്യതയുണ്ട്. അതിനുശേഷം ഇല്ല എങ്കിൽ നമുക്ക് തുറന്നു തന്നെ വെച്ച് വീണ്ടും ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇത് വെള്ളം പിടിച്ച ചക്കയായതുകൊണ്ട് എനിക്ക് ഇന്ന് വേവിക്കാൻ അറിയില്ല. ഇപ്പോഴേ ഒരു വിസിൽ വന്നു. രണ്ടാമത്തെ വിസിൽ വരാനെ കൊണ്ട് പകുതി മുക്കാലും ഇങ്ങനെ വന്ന് നിന്നു. അപ്പോഴേ ഞാൻ ഓഫാക്കി വെച്ചു. ഇപ്പോഴേ ഇതിൻ്റെ നില എന്തായെന്ന് നമുക്ക് ഈ ആവി പോയി കഴിയുന്ന ഉടനെ നോക്കാം. ഇപ്പോൾ ചക്കയുടെ നിലപാട് എന്തായെന്ന് നമുക്ക് നോക്കാം. നന്നായി വെന്തിട്ടുണ്ട് കണ്ടോ. ഇത് എല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഇളക്കിയെടുക്കട്ടെ. നല്ലതായിട്ട് മിക്സ് ചെയ്യാൻ ഇതെടുക്കാം. ഇത് കുഴയൻ ചക്കയാണ്. ചിലർക്ക് ഇതാണ് ഇഷ്ടം, കുഴയുന്നത്. പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടല്ലോ പൊടിഞ്ഞിരിക്കുന്ന ചക്കയാണ്. കുഴയൻ ചക്ക അത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷെ എനിക്കറിയാം ഇത് ഓൾറെഡി ഇത് കുഴയുമെന്ന്. കാരണം ഇപ്പം മഴ സമയത്തെ ചക്കയല്ലേ, അപ്പം വെള്ളം പിടിച്ചിരിക്കും. പിന്നെ ഒന്ന് ഇളക്കി കുഴച്ചെടുക്കട്ടെ. ഇന്നത്തെ ഈ വീഡിയോ നമുക്കിവിടെ നിർത്താം. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും ദൈവം എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. എല്ലാവരും സേഫായിരിക്കുക, സന്തോഷമായിരിക്കുക. അപ്പോഴേ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ. താങ്ക് യു.